Hello guys, you are watching Video World and this is Edwin here. അയ്യോ ഞാൻ മറന്നു. സബ്സ്ക്രൈബ് ചെയ്യൂ, സന്തോഷിക്കൂ. 2021 വർഷത്തിലെ ആദ്യത്തെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലേറ്റ് ആയി, എന്നാലും ഞാൻ വന്നിരിക്കുകയാണ് ആദ്യത്തെ വീഡിയോ ആയിട്ട്. ഇത് ഡിസംബറിൽ ഇറങ്ങാൻ വെച്ചിരുന്ന വീഡിയോ ആണ്. അപ്പോൾ അത് ഇറക്കാൻ പറ്റാത്ത കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിനെ ബാധിക്കാത്തതായതുകൊണ്ട് അത് ലാസ്റ്റിലേക്ക് ആണ്. നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരുമ്പോഴത്തേക്കിനും കാണാൻ പറ്റുന്ന എന്നാ കാരണങ്ങളൊക്കെ. ഇപ്പോൾ നമ്മൾ നേരെ ടോപ്പിക്കിലേക്ക് കിടക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ പറഞ്ഞ ടോപ്പിക്കാണ് ഇന്ന് ചെയ്യുന്നത്. അതെ, നിങ്ങൾ കമന്റ് വഴി അറിയിച്ച ഒരു ടോപ്പിക്കാണ് ഇന്ന് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡ്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെറിയ ചെറിയ സർവേസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് എങ്ങനെ പൈസ ഉണ്ടാക്കാം. ഗൂഗിൾ ഒപ്പീനിയൻ റിവാർഡ്സ് അങ്ങനത്തെ ഒരു ആപ്പ് വഴി നിങ്ങൾക്ക് ചെറിയ ചെറിയ സർവേസ് ഗൂഗിൾ തരും. അതായത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത കാര്യങ്ങൾ, പിന്നെ യൂട്യൂബിലെ വീഡിയോസും അങ്ങനെ കുറെ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കുറെ സർവേസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടത് വരും. അങ്ങനെ അറ്റൻഡ് ചെയ്ത സർവേസിന് നിങ്ങൾക്ക് കുറച്ച് റിവാർഡ് കിട്ടുന്നതായിരിക്കും, കുറച്ച് പൈസ. അപ്പോൾ ആ പൈസ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പല പല ആപ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതിപ്പോൾ കുറേ പേർക്ക് ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ഫ്രീ ഫയറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കോസ്റ്റ്യൂം മേടിക്കണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് പൈസ വേണം. അതായത് ഏകദേശം 30 രൂപയോളം ആവശ്യം വരും. ബട്ട് ഈ ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ 30 രൂപ ഈസി ആയിട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ. അതായത് നിങ്ങളുടെ കയ്യിലുള്ള പൈസ കൊടുക്കേണ്ടി വരത്തില്ല. നിങ്ങൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ സർവീസ് അറ്റൻഡ് ചെയ്തതോടുകൂടി നിങ്ങൾക്ക് ഇങ്ങനത്തെ ഉള്ള ചെറിയ ചെറിയ എമൗണ്ട്സ് ഒക്കെ പേ ചെയ്യാവുന്നതാണ് ഗൂഗിളിൽ കൂടി തന്നെ. ഇതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, അതിനനുസരിച്ച് പ്രയോജനങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതായത് ഇതിന്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഗൂഗിൾ ഒപ്പീനിയൻ റിവാർഡ്സ് കംപ്ലീറ്റ്ലി ഫ്രീ ആപ്പാണ്. നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഗൂഗിൾ തന്നെ ആഡ് ചെയ്തിരിക്കുന്ന ഒരു ആപ്പാണ്. ഈ ആപ്പ് അധികം അവർ പോപ്പുലറൈസ് ചെയ്തിട്ടില്ല, ബട്ട് നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കേണ്ട ഒരു ആപ്പ് തന്നെയാണ്. കാരണം നമുക്ക് ഫ്രീ ആയിട്ട് പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. നമുക്ക് പല കാര്യങ്ങൾക്കും ഈ പൈസ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോഴത്തേക്കും നിങ്ങൾ എന്തായാലും ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ചെക്ക് ചെയ്ത് പോവുക. ഇത് iOS അവൈലബിൾ അല്ല, ബട്ട് നമുക്ക് ആൻഡ്രോയിഡ് ഡിവൈസസിലൊക്കെ കിട്ടാവുന്നതാണ് പ്ലേ സ്റ്റോറിൽ കൂടി തന്നെ. അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ഇത് ചെക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എത്രമാത്രം ജെന്യൂൻ ആണോ അത്രയും എമൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഞാനിത് 3 ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തു. ഈ 3 ഫോണിൽ ഞാൻ ഈ ആപ്പിനെ അപ്രോച്ച് ചെയ്തത് വേറെ വേറെ രീതിയിലായിട്ടാണ്. അപ്പോൾ ഞാൻ ഈ അപ്രോച്ച് ചെയ്യുന്നത് ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ഭയങ്കര കെയർലെസ് ആയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിൽ. കാരണം ഇന്നത്തെ സർവീസ് എന്ന് പറഞ്ഞാൽ MCQ ക്വസ്റ്റ്യൻസ് പോലെയാണ്. അപ്പോൾ ഈ ഞാൻ ചുമ്മാ കാണുന്ന ഓപ്ഷൻസിനൊക്കെ അറ്റൻഡ് ചെയ്ത് പോകുന്ന ഒരു രീതിയിൽ ഒരു ഫോണിൽ അറ്റൻഡ് ചെയ്തു. രണ്ടാമത്തെ ഫോണിൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 2-3 സർവീസ് കറക്റ്റായിട്ട് പോയി. മൂന്നാമത്തെ സർവീസ് ഞാൻ ചുമ്മാ ഇങ്ങനെ ആലസ്യമായിട്ട് ചെയ്തു. പിന്നെ മൂന്നാമത്തെ ഫോണിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഞാൻ കൊണ്ടുപോയി. അങ്ങനെ 3 ഫോണിൽ 3 എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. അതായത് ഗൂഗിൾ ഒപ്പീനിയൻ റിവാർഡ്സ് ഗൂഗിൾ നല്ലോണം കെയർ കൊടുക്കുന്ന ഒരു ആപ്പാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ആരോ നമ്മളെ മുന്നിൽ ഒരു ടീച്ചർ നിൽപ്പുണ്ടെന്നുള്ള രീതിയിൽ നമ്മളൊരു എക്സാം എഴുതുമ്പോൾ അത് കറക്റ്റാണോ എന്ന് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന ഡിവൈസോ അല്ലെങ്കിൽ ആപ്പോ തീരുമാനിക്കാതെ ഒരു പേഴ്സൺ അവിടെ ഫ്രണ്ട് നിൽപ്പുണ്ട്, അല്ലെങ്കിൽ ഇവൻ ചെയ്തത് തെറ്റ് അല്ലെങ്കിൽ ഇവൻ ചെയ്തത് ശരി എന്നുള്ള രീതിയിൽ പറഞ്ഞു തരാൻ ഏതൊരു പേഴ്സൺ എൻ്റെ പുറകിലുണ്ടെന്നുള്ള രീതിയിലാണ് ഈ ആപ്പിൻ്റെ പെർഫോമൻസ് എനിക്ക് കിട്ടിയത് ഈ 3 ഫോണിലും ടെസ്റ്റ് ചെയ്തപ്പോൾ. അപ്പോൾ ഫസ്റ്റ് ഫോണിൽ ഞാൻ മൊത്തം തെറ്റിച്ചായിരുന്നു ചെയ്തത്. അതിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇതാണ്. രണ്ടാമത്തെ ഫോണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ 3 ഫോണിലും ഫസ്റ്റ് വന്ന റിവ്യൂ സെയിം ആയിരുന്നു. അതായത് അതിനകത്ത് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ഷഫിൾ ചെയ്തായിരുന്നു വന്നത് 3 ഡിവൈസസിലും. അപ്പോൾ ഈ ആൻസേഴ്സ് നമ്മൾ നോക്കുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. രണ്ടാമത്തെ ഫോണിൽ ഈ സെയിം ആൻസേഴ്സ് ക്വസ്റ്റ്യൻസാണ് വന്നത്. അപ്പം ഞാൻ നേരത്തെ ചെയ്ത സെയിം ആൻസർ തന്നെ അടിച്ചു വിട്ടു. അപ്പോൾ അതിനകത്ത് വന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അടിക്കുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ സെയിം ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും, ബട്ട് അതിൻ്റെ ആൻസേഴ്സ് ഷഫിൾ ചെയ്തായിരിക്കും വരുന്നത്. ഈ JEE ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന പോലെ ഈ ഗൂഗിൾ ഒപ്പീനിയൻ റിവാർഡ്സിൽ സർവീസ് ഒക്കെ എന്തായാലും കുഴപ്പമില്ല. അപ്പം നമ്മൾ അതിൽ കെയർ ഉണ്ടായിരിക്കണം. സെയിം ക്വസ്റ്റ്യൻസ് ആണെങ്കിലും വേറെ രീതിയിലാണ് ക്വസ്റ്റ്യൻ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് അതിനകത്ത് കാര്യം. അപ്പം നിങ്ങൾ അതനുസരിച്ച് ആൻസർ ചെയ്യുക. അപ്പോൾ ഞാൻ അങ്ങനെ 3 സർവേസിലും ചില 3 ഡിവൈസസിലും ഒരേ സർവേ, ഫസ്റ്റ് സർവേ സെയിം സാധനം തന്നെയാണ്. അപ്പോൾ അങ്ങനെ 3 സർവീസ് അറ്റൻഡ് ചെയ്തത് ആ ബേസിസിലാണ് നിങ്ങൾക്ക് വരുന്നത് സർവീസ് മുമ്പോട്ട്. അപ്പോൾ നിങ്ങൾ അത്രമാത്രം ജെന്യൂൻ ആയിട്ട് അല്ലെങ്കിൽ എത്രമാത്രം കറക്റ്റായിട്ട് സർവീസ് അറ്റൻഡ് ചെയ്യുന്നതോ അങ്ങനെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് സർവീസ് തരുന്നത്. ഇപ്പം ഞാൻ മോശമായിട്ട് പെർഫോം ചെയ്തെങ്കിൽ എനിക്ക് 1-2 സർവേക്കേ കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഞാൻ നല്ലോണം പെർഫോം ചെയ്തെങ്കിൽ അതിനനുസരിച്ചുള്ള സർവീസ് എനിക്ക് കിട്ടും. ഇപ്പോൾ ഒരു മാസം 1 മുതൽ 2 സർവീസൊക്കെയാണ് കിട്ടുന്നത്. പിന്നെ ചിലപ്പോൾ ഒരു സർവേയും കിട്ടണമെന്നില്ല ഒരു മാസം. നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒരിക്കലും ഈ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് അതൊക്കെ ഞാൻ സെക്കൻഡ് പാർട്ടി പറയും. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് സെക്കൻഡ് ഫോണിലുണ്ടായ എക്സ്പീരിയൻസ് ആണ്. സെക്കൻഡ് ഫോണിൽ ഞാൻ ഫസ്റ്റത്തെ സർവേ ജെന്യൂൻ ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്തു. അപ്പോൾ അതെനിക്കൊരു 3 രൂപ കിട്ടി. 3 രൂപ ഭയങ്കര കുറഞ്ഞ പ്രൈസാണ് നമ്മൾ നോക്കുമ്പോഴത്തേക്കിനും. അറിയാമല്ലോ 3 രൂപ കൊണ്ട് എന്ത് കിട്ടാനാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരു റിവ്യൂ കൂടെ വന്നു. അപ്പോൾ ആ സർവേ എന്ന് വെച്ചാൽ വോൾമാർട്ട് പിന്നെ അങ്ങനത്തെ കുറച്ച് ഓൺലൈൻ സ്റ്റോഴ്സിനെ പറ്റി
പറ്റിയുള്ള ഒരു സർവേ ആയിരുന്നു. അപ്പോൾ ഈ വാൾമാർട്ടിൻ്റെ ഞാനൊരു പ്രോഡക്റ്റ് മേടിച്ചിട്ടില്ല, അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ അത് അങ്ങനെ തന്നെ കൊടുത്തു. എനിക്കറിയത്തില്ല, ഞാൻ അവിടെ നിന്ന് മേടിച്ചിട്ടില്ല എന്നുള്ള രീതി തന്നെ. അത് ഗൂഗിളിൽ നിന്ന് പറയുമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊരു 9 rupees കിട്ടി. എന്ന് വെച്ചാൽ ഫസ്റ്റ് സർവേനേക്കാളും ബെറ്റർ പ്രൈസാണ് എനിക്കതിന് കിട്ടിയത്. പിന്നെ വന്ന റിവ്യൂ ഒന്നും വന്നിട്ടില്ല, അതാണ് കാര്യം. അപ്പോൾ പിന്നെ എനിക്ക് റിവ്യൂ ഒന്നും വന്നിട്ടില്ല. പിന്നെ ഞാൻ വേറൊരു ഫോണിൽ ഞാൻ എല്ലാം പെർഫെക്റ്റ് ആയിട്ടായിരുന്നു കൊണ്ടുപോയത്. അത് മറ്റേ ഫോണും പെർഫെക്റ്റ് ആയിട്ടായിരുന്നു. ബട്ട് മിക്കവാറും അവർ വിചാരിച്ച് കാണും ഞാൻ അത്രയ്ക്ക് ആക്റ്റീവ് അല്ല, എന്ന് വെച്ചാൽ ഗൂഗിളിൽ കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നതും അങ്ങനെ ആക്റ്റീവ് അല്ല. അതൊക്കെ സെക്കൻഡ് പാർട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം ഇതിനൊക്കെ റീസൺസ് ഉണ്ട്, അത് ഞാൻ സെക്കൻഡ് പാർട്ടിലേക്ക് വെക്കുവാണ്. ഇപ്പോൾ ഫസ്റ്റ് പാർട്ട്. അപ്പോൾ ഞാൻ മൂന്നാമത്തെ ഡിവൈസിലേക്ക് വന്നപ്പോഴത്തേക്കിനും ഞാൻ എല്ലാം ആക്റ്റീവായിട്ട് നിൽക്കുന്ന സ്ഥലത്തു നിന്നൊക്കെയാണ് സർവേസ് വന്നത്. ഫസ്റ്റ് ഗൂഗിൾ സർവേ എന്ന് പറഞ്ഞാൽ ന്യൂസ് അല്ലെങ്കിൽ ക്വേറ അങ്ങനത്തെ ടൈപ്പ്, വിക്കിപീഡിയ, ക്വേറ അങ്ങനത്തെ കമ്പാരിസൺ വെച്ചുകൊണ്ടുള്ള ഒരു സർവേ ആയിരുന്നു. അതിനെപ്പറ്റി എനിക്കറിയായിരുന്നു, ഞാൻ കുറച്ച് റിസർച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ സർവേ ആയതുകൊണ്ട് എനിക്ക് നല്ലോണം അറ്റൻഡ് ചെയ്യാൻ പറ്റി. അതിൽ നിന്നും എനിക്ക് സെയിം പ്രൈസ് തന്നെയാണ് കിട്ടിയത്, 9 rupees തന്നെ. 9 rupees കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വന്ന സർവേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ തന്നെ ആയിരുന്നു. അപ്പം അതൊക്കെ എന്തോ ലക്ക് പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ആ സർവേയിൽ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു, കാരണം എനിക്ക് ഭയങ്കര ലക്കി ഫീലിംഗ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. ഭയങ്കര സന്തോഷം, നമ്മുടെ ഫോട്ടോ വേറൊരു സ്ക്രീനിൽ കാണുമ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷം വരും. അപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് നിങ്ങളെ കാണിക്കുന്നുണ്ട് ഇപ്പം. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ഇത് അവർ ബേസ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് ഹിസ്റ്ററി, വാച്ച് ഹിസ്റ്ററി വെച്ചിട്ടാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അത് എൻ്റെ വീഡിയോന് ഞാൻ ഫുൾ റേറ്റിംഗ് ഒന്നും കൊടുത്തിട്ടില്ല. എനിക്ക് അവർ വെച്ചിരുന്ന കമ്പാരിസൺ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കില്ല. ഇഡി വേൾഡ് വേഴ്സസ് കരിക്ക. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് തന്നെ എനിക്കറിയാൻ മേലാത്തൊരവസ്ഥയായി പോയി. അപ്പോൾ ഞാനൊരു അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടുള്ള രീതിയിൽ ഒരു സർവേയിൽ അറ്റൻഡ് ചെയ്തു. അങ്ങനെ കിട്ടിയ ഒരു പേയ്മെൻ്റ് ആയിരുന്നു പിന്നെ എനിക്ക് ഞെട്ടിച്ച് കളഞ്ഞത്. അതായത് പിടിച്ച് കളഞ്ഞ ഒരു പേയ്മെൻറ്റ് 20 രൂപയാണ് എനിക്ക് ആ ഒരു സർവേയിൽ കിട്ടിയത്. പക്ഷേ എനിക്ക് ആ സർവേ അറ്റൻഡ് ചെയ്യാൻ 10 മിനിറ്റോളം ചിലവിട്ടു. അത്രയ്ക്ക് ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് അവർ ഫേസ് ചെയ്തത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ ഞാൻ തമ്പനയിൽ മാത്രം കാണിച്ചുകൊണ്ടുള്ളൊരു സംഭവമാണ്. ബാക്കി എന്ന് പറഞ്ഞാൽ ഫുൾ ലെറ്റേഴ്സാണ്. എൻ്റെ ക്വസ്റ്റ്യൻസ് തന്നെ പകുതി സ്ക്രീൻ കവർ ചെയ്തു. അത് ഞാൻ സ്ക്രീൻഷോട്ട് ഇടാൻ വിട്ടുപോയി, സോറി. കാരണം അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തത് എനിക്ക് പൈസ ഉണ്ടാക്കാനുള്ള മെത്തേഡ് വേണമെന്ന് പറഞ്ഞ്. അപ്പം കുഴപ്പമില്ല, പിന്നെ ഞാൻ നോക്കിയിട്ട് റിവ്യൂ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ സ്ക്രീൻഷോട്ട് എടുക്കാനും പറ്റിയില്ല, ഒന്നും പറ്റാത്ത അവസ്ഥയായി. ബട്ട് അങ്ങനെ ഭയങ്കര ചുറ്റിക്കളയുന്ന ഒരു ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അതനുസരിച്ചുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഇത്രയും നല്ലൊരു എമൗണ്ട് കിട്ടി. ഇപ്പോൾ ഞാൻ അടുത്ത റിവ്യൂക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ജനുവരി മാസം വരുവാണ്. ഞാൻ ഈ ആപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയത് നവംബറിലാണ് എനിക്ക് ആ ചെറിയ റിവ്യൂ, അല്ലെങ്കിൽ ആ ക്വേറ, പിന്നെ വാൾമാർട്ട് അങ്ങനത്തെ കുറച്ച് സർവീസൊക്കെ കിട്ടിയത് ആ സമയത്താണ്. പിന്നെ ഡിസംബറിലാണ് എനിക്ക് നമ്മുടെ ചാനലിൽ കിട്ടിയത്. ഇപ്പം ജാനുവരിയിൽ പുതിയൊരു സർവേ വരേണ്ടതാണ്, ഇതുവരെ വന്നിട്ടില്ല. എന്താണോ നോക്കാം. അപ്പോഴത്തേക്കും ഇതാണ് ഞാൻ 3 ഡിവൈസസിലെല്ലാം കിട്ടിയ ഒരു എക്സ്പീരിയൻസ്. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു തോന്നും. കാരണം ഞാൻ ഇത് 3 അപ്രോച്ച് ചെയ്തിരിക്കുന്നത് 3 ടൈപ്പ് ഓഫ് ആൾക്കാരുടെ രീതിയിലാണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് ഇനി അടുത്ത സെഗ്മെന്റിലേക്ക് കിടക്കാം. അടുത്ത സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്ന ഇൻഫോർമേഷനാണ്. അതെ, ഫസ്റ്റ് നമ്മുടെ പേരടിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ക്വയറിൻ്റെ ജിമെയിൽ അക്കൗണ്ട്, നമുക്കിപ്പോൾ ഒരാൾക്ക് മിനിമം 2 ജിമെയിൽ അക്കൗണ്ട് ഉള്ള കാലമാണ് ഇത്, അറിയാം. ബട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ട ജിമെയിൽ അക്കൗണ്ട് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ, അതായത് സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ യൂട്യൂബ്, പിന്നെ ഗൂഗിൾ, ഈ 3 കാര്യങ്ങളിലേക്ക് ഒത്തിരി ഡീപ്പായിട്ട് പെർഫോം ചെയ്യുന്ന ഗൂഗിൾ അക്കൗണ്ട്സ് വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ. ഇപ്പോൾ എനിക്ക് തന്നെ നമ്മുടെ ചാനലിലെ ഒരു അക്കൗണ്ട് ഉണ്ട്, പിന്നെ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടും ഉണ്ട്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ആക്റ്റീവ് ആയിരിക്കുന്നത് എൻ്റെ പേഴ്സണൽ അക്കൗണ്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഗൂഗിൾ റിവാർഡ്സിനകത്ത് ഞാൻ സൈൻ ഇൻ ചെയ്തിരിക്കുന്നത് എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് വഴിയാണ്. ഇത്രയും നിങ്ങൾ ഓർത്താൽ മതി. പിന്നെ അത്രയും വെച്ച് മനസ്സിലായെങ്കിൽ ബാക്കി നമുക്ക് മുമ്പോട്ട് പോകാം. പിന്നെ നിങ്ങളുടെ ലൊക്കേഷൻ, അപ്പോൾ നമ്മൾ ചില ഹാക്സ് ഒക്കെ കാണാറുണ്ട്. ഇപ്പോൾ ഗൂഗിൾ ഒപ്പീനിയൻ റിവാർഡ്സിൽ കുറേ പേർക്ക് എന്താ പറയുക, അത്യാഗ്രഹം അങ്ങനെ കയറി വന്നു കഴിഞ്ഞിട്ട് കുറേ പൈസ നേടണം എന്നുള്ള രീതിയിൽ കുറേ ഹാക്കും വീഡിയോസൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസ് ഞാൻ കണ്ടു നോക്കി. അതിനകത്ത് വന്നിരിക്കുന്ന സംഭവമാണ് നിങ്ങൾ ലൊക്കേഷൻ മാറ്റി കൊടുക്കാൻ. ഇപ്പം നമ്മുടെ ലൊക്കേഷൻ ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഗൂഗിൾ കുറച്ചേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ബട്ട് USA എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആണ് ഗൂഗിൾ, കാരണം അവരുടെ പേരന്റ് കമ്പനി അവിടെയാണ്. അപ്പോൾ US എന്ന് പറയുന്ന ലൊക്കേഷൻ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ റിവാർഡ്സ് കിട്ടും. അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പരസ്പര ബന്ധമില്ലാത്ത റിവ്യൂ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്, സർവീസ് കിട്ടുന്നത്. കാരണം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യങ്ങളായിരിക്കും US സർവീസ് ഒക്കെ. അപ്പോൾ ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. ബട്ട് വാൾമാർട്ടിൻ്റെ കാര്യം എനിക്ക് എങ്ങനെ വന്നു എന്ന് അറിയത്തില്ല. ബട്ട് എന്നെ സംഭവം അറിയത്തില്ല, കുഴപ്പമില്ല. വാൾമാർട്ട് നമ്മുടെ ഇന്ത്യയിൽ അധികം ആക്റ്റീവ് അല്ലെന്ന് തോന്നുന്നു. ബട്ട് ഫ്ലിപ്കാർട്ടൊക്കെ അവരുടെ സ്റ്റോക്കൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത് വാൾമാർട്ട് വഴിയാണ്. ചിലപ്പോൾ അതൊക്കെ ബേസ് ചെയ്തായിരിക്കും. കുഴപ്പമില്ല, എന്തായാലും അങ്ങനത്തെ റിവ്യൂ വന്നു, അതിൽ പാളിപ്പോയി പോട്ടെ. എന്തായാലും ഇപ്പം നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ ലൊക്കേഷൻ നിങ്ങൾ കറക്റ്റ് ഇന്ത്യയിൽ തന്നെ അടിച്ചു കൊടുക്കുക. തെറ്റായ മാർഗ്ഗത്തിൽ കൂടി സഞ്ചരിച്ചിട്ട് നിങ്ങൾ ഒന്നും നേടാനില്ല. ഓക്കെ, അപ്പോഴത്തേക്കിനും നമ്മൾ ഇന്ത്യ അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രീ ഡിഫൈൻഡ്
സർവേയിലേക്കാണ്. അതാണ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് സർവേ. അതായത് 3 ഡിവൈസസിൽ എനിക്ക് കോമൺ സർവേ വന്നിരുന്നു. അത് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു സർവേ വന്നു. അപ്പോൾ ഈ സർവേ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യും, നമ്മുടെ കഴിവ് എത്രമാത്രം, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്നതിൽ ഉള്ള കോൺസെൻട്രേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ആ പ്രീ ഡിഫൈൻഡ് സർവേ നടത്തുന്നത്. ആ സർവേ എന്താ പറയുക, ഒരു റോബോട്ടിക് കൈൻഡ് ആണ്. അപ്പോൾ ആ ഒരു സർവേ നിങ്ങൾ എത്രമാത്രം ജെന്യൂനായിട്ട് അറ്റൻഡ് ചെയ്യുന്നു അതനുസരിച്ച് നിങ്ങളുടെ ബാക്കിയുള്ള പ്രോഗ്രസും സർവീസും കിട്ടുന്ന രീതി. അപ്പോൾ ഇപ്പം എത്രമാത്രം നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുന്നു അത്രയും സർവീസ് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനത്തെ കണക്കിലാണ് അവർ മുമ്പോട്ട് പോകുന്നത്, എനിക്കറിയാവുന്ന ഒരു ഇൻഫോർമേഷൻ വെച്ചിട്ട്. അപ്പോൾ ഈ ആപ്പ് ഭയങ്കര സിമ്പിളാണ്, നിങ്ങൾ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ പറയുമ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ ആപ്പിന് താഴെ തന്നെ ഷെയർ നൗ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതെ, ആ ഷെയർ നൗ ഓപ്ഷൻ വഴി ഒരു ലിങ്ക് കിട്ടും. ആ ലിങ്ക് നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ ഷെയർ ചെയ്യുമ്പോഴത്തേക്കിനും അവർ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് ആ ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ ഒരു കമ്മീഷൻ കിട്ടും. അങ്ങനെ നിങ്ങൾക്കും കുറേ പൈസ ഏൺ ചെയ്യാനാണ്. പിന്നെ നിങ്ങൾ പോകുന്ന ലൊക്കേഷൻസ്, ഇപ്പോൾ ഞാൻ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എവിടേക്ക് പോയി കഴിഞ്ഞാലും എൻ്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യും. അപ്പോൾ ആ ലൊക്കേഷനിൽ കാണപ്പെടുന്ന ചില കടകൾ, ഇപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം കടയായ ജെ കോഫിയിൽ ഞാൻ പോയിരുന്നു. അപ്പോൾ ജെ കോഫിയെ പറ്റി റിവ്യൂ ചെയ്യാണ്ട് ഗൂഗിൾ എനിക്ക് ഒരു സർവേ തന്നെന്ന് വിചാരിക്കും. ഇതുവരെ തന്നില്ല, എന്നാണെന്ന് എന്തായാലും അവർ ട്രാക്ക് ചെയ്തെന്നുള്ള ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് അവർ തന്നിരിക്കണം. നമ്മളെ അനുവാദം കൂടാതെ നമ്മൾ ട്രാക്ക് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതിലൊക്കെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യാണ് ഗൂഗിളിനെ. അപ്പോൾ നമ്മൾ അവർ ട്രാക്ക് ചെയ്തു. അപ്പോൾ അതിനെപ്പറ്റി സർവേ ഇതുവരെ ചോദിച്ചില്ല. ബട്ട് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. നമ്മുടെ ലൊക്കേഷൻ കൂടെ ഷെയർ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഏതൊക്കെ കടയിൽ പോയി കഴിഞ്ഞാലും ആ കടയെ പറ്റി ഒരു റിവ്യൂ കൊടുക്കാൻ വേണ്ടി അവർ ചോദിക്കും, നമുക്കൊരു റിവ്യൂ എന്ന രീതിയിൽ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനും കൂടെയും പൈസ കിട്ടാനാണ്. കൂടുതൽ വേസ് ഓഫ് സർവീസ് കിട്ടാനുള്ള ഒരു മാർഗ്ഗമാണ് അത്. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ സർവേ കിട്ടിയാലും, ഇപ്പോൾ ഒന്നാണെങ്കിൽ കൂടി എത്ര സർവേ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എത്രമാത്രം ജെനുവിൻ ആയിട്ടോ എത്രമാത്രം കോൺസെൻട്രേറ്റ് ചെയ്തത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതനുസരിച്ചിരിക്കും നിങ്ങൾ മുമ്പോട്ടുള്ള പ്രോഗ്രസ്. എത്ര പൈസ കിട്ടിയാലും നിങ്ങൾക്കത് ഉപകരിക്കാനേ പറ്റത്തുള്ളൂ, അല്ലാതെ കളയാൻ നിങ്ങൾ തോന്നത്തില്ല. കാരണം നമ്മൾ അത്രമാത്രം കാത്തിരിക്കേണ്ട സംഭവമാണ്. അത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്കിപ്പോൾ ഒരു മാസത്തിൽ ഒരു റിവ്യൂ കിട്ടി കാണത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു സർവേ കിട്ടി കാണത്തുള്ളൂ. ഉടനെ നിങ്ങൾ ആ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര നാളും കിട്ടിയിരുന്ന എമൗണ്ട് പോകും. പിന്നെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആ ജിമെയിൽ അക്കൗണ്ട് വെച്ച് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നടക്കത്തില്ല. അതായത് പിന്നെ ഒരു റിവ്യൂ കിട്ടത്തില്ല. ആ ഫസ്റ്റ് പ്രീ ഡിഫൈൻഡ് ആയിട്ട് കിട്ടുന്ന സർവേ പോലും നമുക്ക് കിട്ടത്തില്ല. അതാണ് ഞാൻ ഫസ്റ്റ് ഡിവൈസിൽ ചെയ്ത എക്സ്പെരിമെൻറ്റ്. കാരണം അതിലൊന്നും കിട്ടുന്നില്ലായിരുന്നു. അതിലൊന്നും കൂടി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി, അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് പിന്നെയും ഒന്നുകൂടി സൈൻ ഇൻ ചെയ്ത് നോക്കി, കിട്ടത്തില്ല. അതാണ് അതിൻ്റെ ഒരു കളി. അപ്പോൾ ഇത്രയ്ക്കും ഡീപ്പായിട്ടുള്ളൊരു ആപ്പാണ്. ബട്ട് നമുക്ക് കിട്ടുമ്പോഴത്തേക്കിനും അത് ഭയങ്കര സിമ്പിളായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഈ ആപ്പിൽ നിന്ന് കിട്ടുന്ന പൈസ എങ്ങനെ റെഡീം ചെയ്യാന്നുള്ള കാര്യമാണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത്. ഈ ആപ്പിൽ നിന്ന് കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞാൽ നമുക്ക് റെഡീം ചെയ്യാൻ 3-4 വഴികൾ അല്ല, കുറേ വഴികളുണ്ട്. അതെ, ഗൂഗിളിൽ നിന്ന് ഏതൊക്കെ സർവീസസ് വഴി നിങ്ങൾക്ക് പൈസ ഉപയോഗിക്കേണ്ടി വരുന്നു. അതായത് നിങ്ങൾക്ക് ഒരു ഗെയിം കളിക്കുമ്പോഴത്തേക്കിനും അതിൽ പൈസ നിങ്ങൾക്ക് കൊടുക്കേണ്ട സിറ്റുവേഷൻസ് വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കോയിൻസ് കൂടുതൽ മേടിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോസ്റ്റ്യൂം മേടിക്കാൻ, അങ്ങനത്തെ എന്തെങ്കിലും, ഫോർ എക്സാമ്പിൾ പാക്സ്, എന്തോ ദീപാവലി പാക്ക് എന്നൊക്കെ പറയത്തില്ലേ, അതൊക്കെ മേടിക്കാൻ വേണ്ടി കുറച്ച് ഓഫർ ഇട്ട് പൈസ ഡ്രോപ്പ് ചെയ്തൊക്കെ തരും. അപ്പോൾ ആ പ്രൈസൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ പൈസ യൂസ് ചെയ്യാവുന്നതാണ്. ആരും നമ്മുടെ ഒറിജിനൽ നമ്മൾ സമ്പാദിച്ചുണ്ടാക്കുന്ന പൈസ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാറില്ല. ഒരു ഗെയിമിന് വേണ്ടിയിട്ട് ആരും ഇൻവെസ്റ്റ് ചെയ്യാറില്ല. ബട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ പൈസയൊക്കെ നമുക്ക് ഫ്രീ എന്ത് ഉദ്ദേശിച്ച് നമുക്കത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് യൂസ് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ അവിടെ നിന്ന് തന്നെ പ്ലേ സ്റ്റോറിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. അതിപ്പോൾ നിങ്ങൾ ഗെയിം കളിക്കുമ്പോൾ എനിക്ക് ഈ സാധനം വേണം, ഇപ്പോൾ പേ നൗ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിലേക്കാണ് പോകുന്നത്. പ്ലേ സ്റ്റോറിൽ ചെല്ലുമ്പോൾ പേയ്മെൻറ്റ് മെത്തേഡ്സിനകത്ത് നമ്മുടെ ഗൂഗിൾ ബാലൻസ് വരും. അപ്പോൾ ഗൂഗിൾ ബാലൻസ് ഇൻസഫിഷ്യൻ്റ് ആണെങ്കിൽ അവിടെ ഡിസ്പ്ലേ ചെയ്തില്ല. അപ്പം സഫിഷ്യൻ്റ് ആണെങ്കിൽ അവിടെ ഡിസ്പ്ലേ ചെയ്യും. പേ നൗ എന്ന് അടിച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾ റെഡീം ചെയ്യാന്നുള്ളൂ. ഇപ്പോൾ ഞാൻ 2 മാസമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് 30 രൂപ കിട്ടി. അപ്പോൾ ഈ 30 രൂപ കൊണ്ട് എനിക്ക് എന്തൊക്കെ മേടിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്കറിയാം. അത് ഫ്രീ ഫയറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോസ്റ്റ്യൂം മേടിക്കാനുള്ള പൈസയായി. അത്രേ ഉള്ളൂ. 2 മാസം കൊണ്ട് എനിക്ക് ചുമ്മാ 30 രൂപ. ഇതിനധികം സ്റ്റോറേജ് എടുക്കുന്നുമില്ല ഫോണിൽ. ഇതിന് മാത്രം വലിയ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടാനില്ല. ഒരു വെറുതെ കിട്ടുന്ന പൈസ നമുക്ക് വെറുതെ കളയാൻ പാടില്ല. നമ്മൾ മലയാളികൾ അങ്ങനെയാണല്ലോ. അതുതന്നെ. അപ്പോൾ ഈ വീഡിയോ ഇടാൻ താമസിച്ചെന്ന് വെച്ചാൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം കുറച്ച് ഫിലിം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, പിന്നെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ വന്നിരുന്നു, കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ, പിന്നെ കുറച്ച് പഠിത്തം, എക്സാംസ്, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ ടച്ച് വിട്ടു. കുറേ നാളിന് ശേഷം വീഡിയോ ഇടാതിരുന്നപ്പോഴത്തേക്കിനും ആ ഫസ്റ്റ് ന്യൂബ് സിറ്റുവേഷനിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് ദിസ് ഇസ് എഡ്വിൻ വിത്ത് ദേവതന മിലൻ സൈനിങ് ഔട്ട്. കാലമെന്ന് നീണ്ട പാഠമെന്ന് വെട്ടമേഘം തീ ചൂളയാക്കും. പിടികിട്ടിൽ ഒരിക്കലും എന്നെയാക്കും. ഞാൻ ചെന്നിടം നിന്നിടം എന്നിടമാക്കും. എനിക്ക് ചുറ്റുമുണ്ട് അഗ്നി വലയം. എനിക്ക് വേണ്ടതിന്റെ കാലിലെ ഭയം.